നമസ്കാരം സുഹൃത്തുക്കളെ. और मुस्लिम साथियों से भी मैं कहना चाहता हूं कि आप पार्टी में हैं तो कम से कम 4 दोस्त हिंदू भी बनाइए, 4 दोस्त मुसलमान बना करके इकट्ठे होकर के बीजेपी को नहीं हरा सकते जब तक एक मुसलमान के 4 दोस्त हिंदू नहीं होंगे। और ऐसे दोस्त हों जिन्हें आपके ऊपर यकीन हो कि ये खान साहब, अंसारी साहब, हुसैन साहब कोई बात कह रहे हैं तो गलत नहीं कह रहे हैं, हमारे मतलब की बात कह रहे हैं, हमारे देश के भले की बात कह रहे हैं। जिस दिन हर मुसलमान कार्यकर्ता अपने 4 दोस्त गैर मुस्लिम बना लेगा, हिंदू भाइयों को बना लेगा, उसी दिन बीजेपी का अंत उत्तर प्रदेश के अंदर तो कम से कम हो ही जाएगा. ഇത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് MP ആണ്. ജാവേദ് അലി ഖാൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇദ്ദേഹം അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദ് പാർട്ടിയുടെ നേതാവാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾ പരസ്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇതുപോലെ പരസ്യമായിട്ട് പറഞ്ഞു കാണില്ല. ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് കേട്ടോ. പക്ഷേ ഈ വർത്തമാനകാലത്ത് ഇത് വിജയിക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സമുദായക്കാരൊക്കെ കൂടുതലായിട്ട് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിലാണ് ഇത് പറഞ്ഞത്. ഓരോ മുസ്ലിമും കുറഞ്ഞത് 4 ഹിന്ദുക്കളോടെങ്കിലും ഉറ്റ സുഹൃത്തുക്കളാവണം. വെറുതെ അങ്ങ് സൗഹൃദം പോരാ, ഉറ്റ സുഹൃത്തുക്കളാവണം. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കണ്ണടച്ച് വിശ്വസിക്കണം. ആ പരുവത്തിലുള്ള സൗഹൃദം ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് BJP തോൽപ്പിക്കണം. മനസ്സിലായോ? അതായത് BJP എന്ന പാർട്ടി ബഹുഭൂരിപക്ഷം അതിൽ വോട്ട് ചെയ്യുന്നവർ ഹൈന്ദവരാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. അതിനാൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ആ ഹൈന്ദവർ ഭൂരിപക്ഷം അടങ്ങുന്ന ആ വിഭാഗത്തിനോട് ഓരോ മുസ്ലിമും മിനിമം 4 ഹിന്ദുക്കളോടെങ്കിലും വെച്ചിട്ട് കൂട്ടാവണമെന്നും BJP എന്ന പാർട്ടിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഹൈന്ദവരാണെന്നും അതിനാൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ആ ഹൈന്ദവരെ ഓരോ മുസ്ലിമും സുഹൃത്തുക്കളാക്കുക. മിനിമം ഒരു മുസ്ലിം 4 ഹൈന്ദവരെങ്കിലും വെച്ച് സുഹൃത്തുക്കളാക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കണം. ആ തരത്തിലുള്ള സൗഹൃദമാക്കുക. അതിനുശേഷം BJPയെ നമുക്ക് തോൽപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത് അവിടങ്ങളിലൊക്കെ വാർത്തയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാപ്രകളും ഈ സംഗതി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാരും നിങ്ങളോട് ഇത് പറയാൻ പോലില്ല. ഇനി ഇത് വിജയിക്കുമോ എന്നതാണ്. വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ല. ഒരു 10-20 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോട് ഈ പറയുന്ന തരത്തിൽ, അതായത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സൗഹൃദത്തിലേക്കൊക്കെ വളർത്താൻ നോക്കിയാൽ ഒരുപക്ഷെ വളരുമായിരുന്നു. എന്നാൽ നിലവിൽ അത് പറ്റില്ല. സംശയത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ ഒരു മുസ്ലിം ഇതര മതസ്ഥർ ഇവരെ സമീപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ സമീപിക്കുമ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ കാണൂ. കേരളത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ആരിഫ് ഹുസൈനെ പോലുള്ള എക്സ് മുസ്ലിമായിട്ടുള്ള മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അതിനാൽ അത്തരം ആളുകളെ ഒരുപക്ഷെ കണ്ണടച്ച് വിശ്വസിച്ചാലും ഈ പറയുന്ന പോലെ കിതാബിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന സംഗതികളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ആളുകളോട് ഇതര മതസ്ഥർ സൗഹൃദം കൂടും. തീർച്ചയായിട്ടും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ പറയുന്ന പോലെ എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്ന തരത്തിലേക്ക് ആ സൗഹൃദം വളരുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള കാരണം അവർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. കാരണം മുൻകാലങ്ങളിൽ അവരുടെ ഓരോ നിലപാടുകൾ ഓരോ വിഷയത്തിലുണ്ടാവുന്ന ചില വിഷയങ്ങൾക്ക് മാത്രം പ്രതികരിക്കും. ഉദാഹരണത്തിന് അത് ലക്ഷദ്വീപിൽ നടന്നാൽ അല്ലെങ്കിൽ അങ്ങ് ഗാസയിൽ നടന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമരത്തിനിറങ്ങുകയും പ്രതിഷേധിക്കാൻ ഇറങ്ങുകയും ചെയ്യും. എന്നാൽ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്തെങ്കിലും നടന്നാൽ മിണ്ടാതിരിക്കുക. ഇങ്ങനെ കുറേയൊക്കെ ആയിക്കഴിയുമ്പോൾ ഇതര മതസ്ഥർ ചിന്തിച്ചു തുടങ്ങും അവർക്ക് അവരുടെ മതത്തിൻ്റെ കാര്യം മാത്രമാണ്. അവരുടെ മതസ്ഥർക്ക് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവർ പ്രതിഷേധമുള്ളൂ, അവർക്ക് നോവുകയുള്ളൂ. മറ്റുള്ള ആളുകളെ അവർ മനുഷ്യരായിട്ട് പോലും കൂട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ അവർ നോട്ട് ചെയ്യാൻ തുടങ്ങും. നോട്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? സംശയദൃഷ്ടിയോടെ ആയിരിക്കും പിന്നെ അവരുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോൾ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർത്തമാന കാലത്തേക്കാണ് ഇവിടെ ഈ ജാവേദ് അലി ഖാൻ എന്ന് പറഞ്ഞ ഈ സമാജ്വാദി പാർട്ടിയുടെ MP ഈ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രം ഓതിക്കൊടുക്കുന്നത്. അപ്പോൾ അത് വിജയിക്കാൻ ഒട്ടും സാധ്യതയില്ല. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലെ ഒരു സ്ഥലത്ത്. അവിടെ ഈ കേരളത്തിൽ പറയുന്ന പോലുള്ള സോ കോൾഡ് മതേതരരൊന്നുമല്ല. അവിടെ അവർക്ക് മതമുണ്ടെങ്കിൽ ഇവർക്കും മതമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അവിടെ അവർ പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മതവിശ്വാസം വലുതാണെങ്കിൽ അതേപോലെ തന്നെ ഞങ്ങളുടെ മതവും വലുതാണ്, അതിൻ്റെ വിശ്വാസവും വലുതാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്നവരാണ് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്ത്. തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയി. ഇനി തങ്ങൾക്ക് ഭരണം വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കാലത്ത് BJP ഹൈന്ദവ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചാപ്പ കുത്തി അടിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ അവർക്ക് ഇക്കാലത്ത് അത് നേട്ടമായി. ഇനി BJP ഹിന്ദു പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അവരത് സന്തോഷത്തോടെ അംഗീകരിക്കും. കാരണം ഇനി അങ്ങോട്ട് ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് നേടി മാത്രമേ ഭരിക്കാൻ പറ്റൂ. അതിന് CPM ആണെങ്കിലും ശരി.
അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലൂടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ BJPയെ തോൽപ്പിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും ബുദ്ധി പോലും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന പപ്പു എന്ന രാഹുൽ ഗാന്ധിക്കില്ല. പക്ഷേ ആ ഒരു ബുദ്ധി അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാരൻ പ്രയോഗിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞു കൊടുത്തത്. കാരണം അവരുടെ വിശ്വാസ്യത ഇതിനകം തന്നെ അവർ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. അതിന് തിരിച്ചു കിട്ടുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്.